ഫ്രണ്ട് ഈ ഇടയ്ക്ക് ചെറുതായിട്ട് മോഷണമൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. ആർക്ക്? വെല്ലവന്റെ ഫുട്ബോൾ ബല്ലിനടക്കി ഏറ്റി വെച്ചോണ്ട് നാണക്കേടാ ഇത് കേട്ടോ. ഫുട്ബോൾ അല്ല, സിക്സ് പാക്ക്. ഇത് സിക്സ് പാക്ക് അല്ല, സിമന്റ് പാക്ക് എന്ന് പറയാൻ പറയുന്നല്ലേ. അത് പഴയ കൗണ്ടറാ, വെച്ചേരാ കയ്യിൽ കേട്ടോ. വെള്ളം വെള്ളം ആകിച്ചു വരുന്നതിനും പച്ചവെള്ളം കൊടുക്കാൻ പാടില്ല. അയ്യോ, നിങ്ങളെ കുടുംബ മഹിമ വിളമ്പാനല്ല പറഞ്ഞത്. ഇതുപോലെ വെള്ളം ഉണ്ടെങ്കിൽ താ കോച്ചേ. എടാ, ഓടി വരുമ്പോ ഉടനെ വെള്ളം കുടിക്കാൻ പാടില്ല. ഒരു പന്തിന് 2 ഇല വെള്ളം വരുത്. ഞങ്ങൾക്ക് വെള്ളം കുടിച്ചൂടാ, ലാമാർക്ക് ഐസ്ക്രീം തിന്നാലോ. അയ്യോ എടാ, അത് അവന്മാർ ഐസ്ക്രീം കഴിക്കുന്നല്ല, പിന്നെ ഓടി പൊളന്ന് വായി പുണ്ടം വന്നിട്ട് വായിന്ന് പത വരുന്നതാ. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ കഴിയുമ്പം ഞാൻ നിങ്ങൾക്ക് 7 വെള്ളം തരും. 7 വെള്ളോ? കണ്ടിട്ടില്ലേ പച്ചക്കുപ്പിയിൽ 7 എഴുതിയ വെള്ളം? സെവനപ്പല്ലേ അത്? എന്തപ്പായാലും വാമപ്പിന് പോകാം. നമുക്ക് പോയേക്കാം. എവിടെ പോണ്ട? നിങ്ങളല്ലേ പറഞ്ഞു നമുക്ക് പോയേക്കാന്ന്. വാ, നമുക്ക് പോയേക്കാന്നല്ല, പിന്നെ വാമപ്പിന് പോകാന്നാ പറഞ്ഞത്. ആ കോപ്പിനായിരുന്നു. അത് പറഞ്ഞപ്പോഴാ ഞാനൊരു കാര്യം ഓർത്ത്. ഇന്നലെ ഞാൻ നിങ്ങളെ കുറെ പൈസ തന്നായിരുന്നല്ലോ, കുറെ സാധനങ്ങൾ മേടിക്കാൻ. എല്ലാം മേടിച്ചാ? അയ്യോ, ആ പൈസ എടുത്ത് ഞങ്ങൾ തിന്നില്ല. കേട്ടാത്തോന്ന് ഞങ്ങൾ ഏതാണ്ട് ചമ്മാളി. ഞാൻ നിങ്ങളെ സംശയിച്ചതല്ല, ഞങ്ങൾ അങ്ങനെ ചെയ്യോ? ഞങ്ങളതൊന്നും ചെയ്യത്തില്ല. കിട്ടു നോക്ക്, അളവല്ലെങ്കിൽ കൊണ്ടുവരുന്ന മാറ്റി തരാന്ന് പറഞ്ഞു. നോക്ക്, നല്ല കളർ നോക്കി സെലക്ട് ചെയ്ത് നോക്ക്. കോച്ച് വന്നിരുന്നെങ്കിലേ കറക്റ്റ് നമ്മൾ ഇട്ട് നോക്കി കറക്റ്റ് അളവിന് എടുക്കായിരുന്നു. പിന്നെ എന്തുവാടാ ഇത്? എന്തുവാ ഇത്? വേണ്ട, എന്തോന്നടാ ഇത്? വാറ്റ്. അയ്യേ, ഞാൻ നിങ്ങളുടെ എന്തുവാ പറഞ്ഞത്? ബാറ്റിൽ ഷർട്ടുകൾ മാറ്റണമെന്ന് പറഞ്ഞില്ലയോ? അയ്യോ, കിടക്ക്. എടാ, നിന്റെ അടുത്തൊക്കെ ഞാൻ വാച്ച് ഷർട്ടും മേടിക്കാനാണോ പറഞ്ഞത്? പിന്നെ ബാറ്റ് ഷർട്ടിലും മേടിക്കാനാണോ പറഞ്ഞത്? ദൈവമേ, ഞാനിപ്പോ ഇനി ഇതെന്തോ ചെയ്യും? ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യും, നല്ല കളർ നോക്കി ഒരെണ്ണം എടുത്തിട്ടിട്ട് ഇതിൽ നിന്ന് 2 അടിച്ചോണ്ട് കിടന്ന് ഉറങ്ങും. അയ്യോ, എനിക്ക് വയ്യ. അണ്ണനെ വയ്യെന്ന് നീ ഇട്ടു പറ. അല്ല, കുഴപ്പമില്ല. അത് പിന്നെ ഈ കുട്ടനാടൻ താറാവ് മുട്ടയിടാൻ പോകുന്ന കണ്ടിട്ടുണ്ടോ? താറാവാ? ഓണ്ട. ദൈവമേ, ഈ ബാറ്റ് ഷട്ടിലും മേടിക്കാൻ പറഞ്ഞത് എടാ, ഇത് സ്പോർട്സ് ഐറ്റമാണ്. അതായത് ആദ്യം നമ്മൾ ഷട്ടിലെടുത്തിട്ട് ബാറ്റ് വെച്ച് അങ്ങോട്ടടിക്കും. അപ്പൊ അവിടെ നിൽക്കുന്നവൻ സ്പീഡിൽ ഇങ്ങോട്ടടിക്കും, നമ്മൾ വീണ്ടും അങ്ങോട്ടടിക്കും. അവൻ വാശിയോടെ ഇങ്ങോട്ടടിക്കും, നമ്മൾ വീണ്ടും അങ്ങോട്ടടിക്കും. ഇതിന്റെ വല്ല കാര്യമുണ്ടോ? നമ്മൾ അങ്ങോട്ട് അടിച്ചിട്ടാണല്ലോ അവന്മാർ തിരിച്ച് ഇങ്ങോട്ട് അടിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് അടിക്കാൻ പോണ്ട, നമ്മൾ തിരിഞ്ഞ് ഇങ്ങോട്ട് അടിക്കണം. എന്തിനാണ് മറ്റുള്ളവരായിട്ട് ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നത്? ദൈവമേ, 4ാം ക്ലാസ് പോലും വിദ്യാഭ്യാസം ഇല്ലാത്ത നിന്നെയൊക്കെ ഞാൻ എങ്ങനെയാ സ്പോർട്സ് കോട്ടയിൽ ജോലിക്ക് കയറ്റുന്നത്? നാളെ രാവിലെ വന്നു കഴിഞ്ഞാ സ്പോർട്സ് കോട്ടയിൽ എനിക്ക് ജോലി വാങ്ങിച്ചു തരൂ. എന്ന് കയറിയാണല്ലോ ജോലി എടുത്ത് തരാനേ. ഇത് കിഴക്കേ കോട്ടയം ബേക്കൽ കോട്ടയല്ല, എടാ, ഇത് സ്പോർട്സ് കോട്ടയാണ്. സ്പോർട്സ് കോട്ട എന്ന് പറഞ്ഞാൽ സ്പോർട്സിൽ കുറെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഉദാഹരണത്തിന് നമുക്കിപ്പോ ഒരു കാര്യം ചെയ്യാം. ആദ്യം ഷോർട്ട് പുള്ളൊരു പിടി പിടിക്കാം. ഓക്കെ, പുട്ട് സോഫ്റ്റ് ആണെങ്കിൽ എനിക്ക് 1.5 കുറ്റി പുട്ടും പപ്പടവും പയറും. നല്ല മത്തിക്കറി ഉണ്ടെങ്കിൽ എനിക്കും വേണം 1.5 കുറ്റി പുട്ട്. പുട്ടൊക്കെ നിന്റെയൊക്കെ വായിൽ അറിഞ്ഞു കയറ്റും. പുട്ട് തിന്നുന്ന കാര്യമല്ല, ഷോർട്ട് പുട്ട്. അത് സ്പോർട്സിലെ ഐറ്റമാണ്. ഇതെന്താണെന്നറിയാമോ? ആനപ്പിണ്ടം. ആനപ്പിണ്ടവാ? എന്ത് മണ്ടത്തരോടാ നീ പറയണത്? ആനപ്പിണ്ടോന്ന്? ഓച്ചേ, ആനയ്ക്ക് കൊടുക്കാനുള്ള ഉണ്ട ശർക്കരയല്ലേ? ഉണ്ട ശർക്കരയാ? അല്ല, ഈ ഉണ്ട ശർക്കര തിന്നാലേ പിണ്ട ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അതല്ല, ഇതാണ് ഷോർട്ട് പുട്ട്. ഇതെടുത്ത് എന്റെ കയ്യിൽ വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. എന്റെ ദൈവമേ, ഇതിന് ഇത്രയും ഭാരം ഉണ്ടായിരുന്നു. ഇതൊന്നും ഇത് ഉപയോഗിച്ചിട്ടില്ലയോ? എവിടെന്ന്? അല്ല, പണ്ട് ഞാനിത് ഉപയോഗിക്കുമ്പോഴേ ഒരു ഷോർട്ട് പുട്ടായി. അതൊക്കെ നമ്മളെ നാട്ടിൽ പറയണത് ഗോലി എന്നാണ്. അതൊക്കെ പോട്ടെ, നമുക്ക് ഐറ്റത്തിൽ പിടിക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ. എന്റെ കോച്ചേ, ഇത് ആർക്കറിഞ്ഞൂടാ? അറിയാല്ലേ? കലപ്പ എന്തിയ കർഷകൻ ആണ്ട് കിടക്കുന്നടാ. സ്പോർട്സിൽ കർഷകനെ കൊണ്ടിറക്കി വെച്ചേക്കാം. അതല്ല, അത് കറക്റ്റ് ആയിട്ട് പറയണമെങ്കിൽ സിമ്പിൾ ഉണ്ട്. അതാണ്. നീ ഇങ്ങ് വന്നേ, ഇങ്ങോട്ടോ. നീ ഇങ്ങനെ നില്ല്. പൊന്നരി വളമ്പിള്ളിയിൽ കല്ലെറിയുന്നോളെ. KPSC എംബ്ലം ഉണ്ടാക്കാനല്ല ഞാൻ പറഞ്ഞത്. എടാ, മാറാ ഇങ്ങോട്ട്. എടാ, അതായത് ഈ കമ്പ് ഇങ്ങനെ നീണ്ടു നിന്നിട്ടേ അതിന്റെ അറ്റത്ത് കൂർത്തൊരു മോന വന്നിട്ട് ഇങ്ങനെ എറിയുമല്ലോ, ജാവലിൻ ത്രോ. അത് തന്നെ, ജാവലിൻ ത്രോ. അതെറിഞ്ഞാണ് നമ്മുടെ നീരജ് ചോപ്ര സ്വർണ്ണം എറിഞ്ഞിട്ടത്. അതുപോലെ എന്റെ പ്രിയ സിസ്റ്ററായ ജുംബുവും ഗുംബുവും സ്വർണ്ണം എറിഞ്ഞിടണം. കേറി പറിക്കണോണ്ട് കുഴപ്പമുണ്ടോ? കേറി പറിക്കാനാ? വേണ്ട, നമുക്ക് മൂടോടെ കുടുതഞ്ഞെടുക്കാം. മൂടോടെ പുരാനാ? അല്ല, സ്വർണ്ണം കാറ്റുന്ന മരമല്ലേ പറഞ്ഞത്. എന്തോ നോക്കണത്? ഒരു വെട്ടുകത്തി കിട്ടുമോ നോക്കിയതാ. നിങ്ങൾ കയറണ്ട,
മരം കാണിച്ചാൽ ഞങ്ങൾ കയറി വെട്ടിക്കോളാം. എന്നൊക്കെ മൂടോട് വെട്ടിക്കളയാനാ. ഇവിടെ യവന്മാരെ ഞാൻ എന്ത് പറയാനാണ്. എടാ നീയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. സ്പോർട്സ് എന്ന് പറഞ്ഞാണ്ടല്ലോ ബിയർ പൊടിക്ക് നേടാനുള്ളതാ. സത്യം ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ട് ബിയർ പൊടിക്ക് ബുദ്ധിമുട്ടിയാണ് ഇവിടെ വരെ എത്തിയെന്നറിയാമോ? നാക്കെടുത്ത കള്ളവല്ല നിങ്ങൾ പറയത്തില്ല. എന്റെ പൊന്നളിയ അപ്പുറത്തെ തട്ടയുടെ നിന്ന് മുറിവീടിയും ചവിട്ടി അണച്ചിട്ട് 2 സ്റ്റെപ്പ് ഇങ്ങോട്ട് കയറുമ്പോ എവിടെ വിയർപ്പെടുക്കാനോ? അതല്ലടാ എടാ നമ്മൾ ഈ സ്പോർട്സിൽ നിന്ന് ഒരുപാട് സമ്മാനങ്ങൾ നേടണം. സ്പോർട്സ് കോട്ടയിൽ ജോലി കിട്ടു. സമ്മാനം കിട്ടിയപ്പോഴാന്നറിയാമോ? ഞാൻ ഹൈ ജമ്പ് ചാടി, അതും 40 അടി പൊക്കത്തിൽ. 40 അടി പൊക്കത്തിൽ? അപ്പൊ ചാടി ആയിരിക്കത്തില്ല, ആരോ ചുരുട്ട് കൂട്ടിയെടുത്ത് എറിഞ്ഞതായി. കോച്ചിനെ ശിക്ഷയുണ്ട്. ഒരു കാര്യം ചെയ്യും, ആ ഫുട്ബോളിൽ കാറ്റടി. എന്താ ചിരിക്കുന്നത്? ചെവിയെ പിടിച്ച് നീ ഫുട്ബോൾ പിടിച്ചോട്, അവൻ കാറ്റടിക്കും. ചെല്ല. അല്ല പിന്നെ വെള്ളം കുടി തന്നെ, വെള്ളം കുടി. ഓ എന്തുവാണ് ഈ കാണിക്കുന്നത്? ഫുട്ബോളിന് കാറ്റടിക്കാൻ പറഞ്ഞു. ഇങ്ങനെയാണോ കാറ്റടിക്കുന്നത്? എടാ കേബിളിന് നീളം ഫാൻ എടുത്ത് വെച്ച് അടിക്കായിരുന്നു. ഇതിപ്പോ ഇങ്ങനെ പറ്റൂ? അയ്യോ അതല്ല, പിന്നെ ഫുട്ബോളിന് അകത്ത് കാറ്റടിക്കാൻ. അയ്യോ കോച്ചേ, ഈ ദ്വാരത്തിനകത്തൂടെ അകത്ത് കയറി അടിക്കാൻ ഞങ്ങൾ തേനീച്ചയുടെ കുഞ്ഞുങ്ങളല്ല. അയ്യോ മനസ്സിലായോ? പറയാൻ എന്റെ പൊന്ന് ഒളിയമ്പേ. ഒളിയമ്പാ? നിങ്ങളെ പേരെന്തോന്ന്? എടാ ഒളിയമ്പെന്നല്ല, ഊരമ്പ്. ഊരമ്പ ഊരണ്ട, അമ്പൂരി. അമ്പൂരി അല്ല, കാട്ടാക്കള. നിങ്ങളെ പേര് പറ. എടാ ഇത്രയും കാലം നീയൊക്കെ എന്റെ കൂടെ നടന്നിട്ട് നിനക്കൊക്കെ എന്റെ പേരറിഞ്ഞൂടെ? പറ. എടാ ലാലേട്ടന്റെ പേരിൽ ഇതൊരു സിനിമ വരുന്നുണ്ട്, അറിയാമോ? ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞുതരാം, അപ്പൊ കേട്ട് പഠിച്ചോളും, ശ്രദ്ധിച്ചോളൂ. ഒമ്പിളിയൻ. അങ്ങനെയാണ് വിളിച്ചത്? ഒളിമ്പിയൻ. ഒളിമ്പിയൻ. OLY. ഒളിമ്പിയൻ. ഞാൻ ഒളിമ്പിയൻ. വരൂ, ശ്രദ്ധിച്ചു കേട്ടോളൂ. ഒളിമ്പിയൻ. സ്പെല്ലിംഗ് കൂടെ പഠിച്ചോളൂ. OLY അമ്പിളിയൻ. ഈ വേട്ടവളിയന്റെ ആരായിട്ട് വരും? ചിറ്റപ്പന്റെ അളിയനായിട്ട് വരും. നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിനക്കെന്തോ സംശയം ഉണ്ടെന്ന് പറഞ്ഞു. ഇതാണ് ഞാൻ പറയുന്നത്. നല്ല വിദ്യാർത്ഥികൾ എപ്പോഴും സംശയം ചോദിച്ചു. ബോസ് ഭയങ്കര ഫുട്ബോൾ കളിക്കാരനാണെന്നല്ല വെപ്പ്? വെപ്പല്ല, ഫുട്ബോൾ കളിക്കാരനാണ്. ശരി, അങ്ങനെയാണെങ്കിൽ കോച്ച് അടിച്ചിട്ടുള്ള ഏറ്റവും കിടില ഒരു ഗോള്, അതായത് മറക്കാനാകാത്തൊരു ഗോൾ ഓർമ്മയുണ്ടോ? മറക്കാനാവാത്ത ഗോൾ എന്ന് പറയുമ്പോ പറ. ഏതെങ്കിലും ഒന്ന് അടിച്ചിട്ട് വേണ്ട ഓർക്കാൻ അല്ലേ? ശരിയാ. എന്നെ കളിയാക്കാൻ നിൽക്കുന്നതാ. ഇതെന്താന്ന് കണ്ട, ഇതെന്താന്ന് കണ്ട? അത് മമ്മൂട്ടിയുടെ സിമ്പിൾ എംബ്ലം. മമ്മൂട്ടിയുടെ എംബ്ലോ കുമ്പിളൊന്നും അല്ല, പിന്നെ എന്റെ പാദം. എടാ ഈ പാദത്തിൽ ഞാൻ ആദ്യമായി ബൂട്ടണിയുന്നത് എന്റെ 35-ാമത്തെ വയസ്സിൽ. അപ്പൊ അതുവരെ ചെരുപ്പില്ലാതെ മാക്കനാണ് നടന്നത് നിങ്ങൾ? അങ്ങനല്ല, എന്റെ 35-ാമത്തെ വയസ്സിൽ ഞാൻ ഈ കാലിൽ ബൂട്ടടിഞ്ഞിട്ട് ബ്രസീലിൽ കളിച്ചു. അതും ആരുമായിട്ട്? മൈനറുമായിട്ട്. മൈനറോ? അതെ, ബ്രസീലിലെ കളിക്കാരൻ മൈനറിനെ അറിഞ്ഞൂടെ? അയ്യോ നെയ്മർ. എടാ പണ്ടവൻ മൈനർ ആയിരുന്നു, പിന്നെ കളിയൊക്കെ കളിച്ച് കാശൊക്കായി ആഹാരമൊക്കെ കഴിച്ച് നെയ് വെച്ചപ്പോ നെയ്മർ. അതൊരു ഭയങ്കര അറിവായത്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല. അയ്യോ കോച്ച് പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കും. നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും എനിക്കൊരു തേങ്ങാക്കൊലയും. ഞാൻ പെലയുള്ളപ്പോ കളിച്ചിട്ടുണ്ട്. നിങ്ങളൊരു മനുഷ്യനാണോ? എന്തോന്നാണ് ഈ പറയുന്നത്? അവന്റെ കൊച്ചിച്ചൻ മരിച്ചുപോയി, അവന് പെലയായിരുന്നു, അവൻ കളിക്കാൻ വിളിച്ചിട്ട് വന്നാ റബ്ബർ ബാളിൽ രണ്ടിന്റെ ഇവിടെ തല പിടിച്ച കൂട്ടി അടിച്ചു കളയാ. എടാ പെലെന്ന് പറഞ്ഞ ആരെന്നറിയാടാ? എടാ ഫുട്ബോളിന്റെ ഇതിഹാസം. അങ്ങനെ ഞാൻ അർജന്റീനയുമായിട്ട് കളിക്കുമ്പോ ഇതാ കളി നോക്കുന്നത്. കാര്യം എന്ത്? അർജന്റായിട്ട് കളിക്കരുത്, പെരുക്കെ നിന്ന് കളിച്ച് 2 ഗോൾ അടിക്കണം. കളി അതല്ല ഞാൻ പറഞ്ഞത്. ഏതല്ല? ഞാൻ ആ കളി കഴിഞ്ഞിട്ട് ഞാൻ കുറെ കാലം ഒരുത്തനെ വെട്ടിയച്ച് ലോക്കപ്പിലായിരുന്നു. വെട്ടിയച്ച് ലോക്കപ്പിലോ? അല്ല, വെട്ടിച്ച് കളിച്ച് ഗോളടിച്ച് ലോകകപ്പ് നേടാൻ പോയെന്ന്. എന്റെ ദൈവമേ, ഓമാരിപ്പോ മനസ്സിലാക്കിയാ ഞാൻ വെട്ടുകേസിലെ പ്രതിയാണ്. എടാ അതുകൊണ്ട് നീ വാ, മക്കളെ വാ. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ലോകകപ്പ് അല്ല, സെൻട്രൽ ജയിലോ? എടാ ലോകകപ്പ്. നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ 2025 ഞാൻ കപ്പുമായി വരും. എന്നാ മുള പടച്ചത് ഞാൻ കൊണ്ടുവരും. ഞാൻ കട്ടഞ്ഞായ കൊണ്ടുവരും. എന്തിന്? കപ്പ് കൊണ്ടുവരുമ്പോ എന്തൊക്കെയാണ് നമുക്ക് മുള പടച്ചത് വേണ്ടേ? കയറത്തില്ലല്ലോ. കപ്പ പുഴുങ്ങിയതായിട്ട് വരുന്നല്ല പറഞ്ഞത്, പിന്നെ ലോകകപ്പുമായിട്ട് വരുമെന്ന്. കോച്ചിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. കോച്ചിന് കോച്ചുണ്ടായിരുന്ന കാശ്മീരിൽ കളിക്കാൻ പോയപ്പോഴേ തണുപ്പുകാരുടെ ഒരു കോച്ച് ഇങ്ങനെ നമ്മളെ പിടിക്കാൻ ആരും പിടിക്കാൻ വന്നല്ല, ഞാൻ ഇതോട്ട് ഊതിയതാ.
അടിച്ച് ഞാൻ മണ്ട കീർത്തി കേട്ടാ. നിനക്കെടുത്ത് വെച്ച് ഊതാണത്. പിന്നെ ഇത് ചെവി കൂടെ കയറ്റാനുള്ളതാണ് ഇത്. എടാ, ഇത് അമ്പലത്തിൽ നിന്ന് പഠിക്കുന്ന 10 പൈസ ഊത്തല്ല. പിന്നെ? എടാ, ഇതിന് നിയമങ്ങളുണ്ട്, ഇതിന് കാര്യങ്ങളുണ്ട്. പിന്നെ? അത് പഠിക്കണം. താ നോക്കിക്കോ. വരട്ടെ, വരട്ടെ. വരട്ടെ, വരട്ടെ, വരട്ടെ. വരട്ടെ, വരട്ടെ. എടാ, തല മാറ്റി വേണം, ബസ് വരുത്തണം. ഏത് ബസ്സിൽ കിളിയായിരുന്നു? രമ്യ ട്രാവൽസിലാണ്. ഏത് റൂട്ട്? അടിമാലി കട്ടപ്പന. കിളിയായിരുന്നല്ലേ? പിന്നെ അല്ലാതെ ബസ് ഇപ്പൊ തന്നെ 15 മിനിറ്റ് ലേറ്റാ. കേറുന്നെങ്കിൽ കേറാ. മരുന്ന് കഴിക്കാതെ ചാടിപ്പോയ രോഗികളുടെ ശ്രദ്ധയ്ക്ക് ഇപ്പോ വന്നാൽ മരുന്നും ഗുളികയും തരാം, ഇല്ലെങ്കിൽ ഞാൻ ഷോക്ക് അടിപ്പിക്കുവേ. നിങ്ങളൊക്കെ എപ്പോ വന്നിരുന്നു ഇവിടെ? നിങ്ങൾക്ക് ഗുളിക എന്നാ ഷോക്ക് അടിപ്പിച്ച? ഡേയ്, ഡേയ്, സത്യത്തിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മളാണ് ആ ഭ്രാന്തന്മാര്. ഈ കട്ടയും പടവും കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ ചികിത്സിക്കുന്ന ഈ ഡോക്ടറാണ് ആ ഭ്രാന്തൻ. എടാ, ഭ്രാന്തൻ. Kannan Devi Group presents West on Flowers Aka Ponnunakazha 2025.